ആദ്യമായി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റീന. ഞാൻ ആലുവ ചുണങ്ങംവേലി ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2024 ഞാൻ അമ്മയെക്കുറിച്ചും കൃപാസനത്തെ കൂടുതലായി എൻ്റെ ചേച്ചി വഴി അറിയുന്നത്. അന്ന് എൻ്റെ മകന് പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടതിൽ അവന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായി ഇന്നിവൻ ജർമ്മനിയിലാണ്. അവന് അവിടെ ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹം, ഇതെൻ്റെ ഭർത്താവ് ജോസഫ് ചേട്ടന് കഴിഞ്ഞ 2025 ആഗസ്റ്റ് മാസത്തിൽ ഇടത് കാലിൻ്റെ ഒടുവിലായി ഒരു മുഴ കാണുകയുണ്ടായി. അത് പല ടെസ്റ്റുകൾ നടത്തിയിട്ടും എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് സർജറി ചെയ്ത് മുഴ മുഴുവനായിട്ട് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി ചെയ്തു, മുഴ അയച്ചു. പക്ഷെ സർജറിക്ക് ശേഷം ആ മുറിവ് എന്ത് ചെയ്തിട്ടും ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. അത് പഴുക്കം മാത്രമല്ല, തടിച്ച് വീർത്ത അതിൽ വെള്ളക്കെട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 3 പ്രാവശ്യം വെള്ളം കുത്തിയെടുത്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഇനിയും ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് റീഓപ്പൺ ചെയ്ത് വീണ്ടും സർജറി ചെയ്ത് സ്റ്റിച്ചിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചു. അങ്ങനെ ഒരു തിങ്കളാഴ്ച ഞാൻ ചേട്ടനെയും കൊണ്ട് ഇവിടെ വരികയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനുള്ള അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ തലയിൽ കൈവച്ച് ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു കാശുരൂപം കയ്യിൽ കൊടുത്ത് സൈത്ത് കൊടുത്ത് കുരിശ് വരച്ച് മുറിവുള്ള ഭാഗത്ത് പുരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾ ചെയ്ത് ഇവിടുന്ന് പോയി. പിറ്റേ ദിവസം ചൊവ്വാഴ്ച ചേട്ടന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു. അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത്ഭുതമായിരിക്കുന്നു ജോസഫേ, കാരണം മുറിവിലൊരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇനി നമുക്ക് കുറച്ച് സമയം കൊടുത്താൽ മതി, പതുക്കെ മുറിവുണങ്ങിക്കോളുമെന്ന്. ഇത്രയും വലിയ അനുഗ്രഹം ജോസഫ് അച്ഛൻ അന്ന് തലയിൽ വെച്ച് പ്രാർത്ഥിച്ച് ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് ഈശോയിൽ നിന്നും മാതാവിൽ നിന്നും കിട്ടിയ വലിയ അനുഗ്രഹമാണ്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദിയുടെ കോടാനുകോടി നേരുന്നു. അടുത്തത്, അതുകൂടാതെ ചേട്ടൻ്റെ ഈ മുഴ ലിംഫോമ ആയതുകൊണ്ട് ഒന്നുകൂടി മുറിവ് ഉണങ്ങിയതിന് ശേഷം മൊത്തമായിട്ട് പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഇത് കടലകളിൽ ഉണ്ടാവുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്നു മുതൽ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചേട്ടനും ഞാനിവിടെ ഒരുമിച്ചിരുന്ന് ചൊല്ലുകയും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുകയും ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പെറ്റ് സ്കാനിൽ യാതൊരു കുഴപ്പവും കൂടാതെ പൂർണ്ണ ആരോഗ്യത്തോടെ എൻ്റെ ജീവിത പങ്കാളിയെ തിരികെ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി പെറ്റ് സ്കാൻ റിപ്പോർട്ടിൽ ആ ഒരു മുഴ കണ്ടതല്ലാതെ വേറൊന്നും ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അടുത്ത എൻ്റെ സാക്ഷ്യം, എനിക്ക് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് സ്പീഡിൽ നടക്കുമ്പോഴും വെയിറ്റ് എടുക്കുമ്പോഴും പൊക്കം കയറുമ്പോഴും ഭയങ്കര ഒരു നെഞ്ചിൽ ബുദ്ധിമുട്ടായിരുന്നു. ഗ്യാസിൻ്റെ ഒരു പ്രശ്നം പോലെ തോന്നിയത് കൊണ്ട് ഗ്യാസ്ട്രോനെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു കാർഡിയോളജി കാണാൻ. കാർഡിയോളജി ചെന്ന് എക്കോ ചെയ്തു, കുഴപ്പമില്ല. ECG ചെയ്തു, അതിലും കുഴപ്പമില്ല. പക്ഷേ TMTയിൽ വേരിയേഷൻ കണ്ടു. ആൻജിയോഗ്രാം സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനത് ചെയ്തില്ല. കുറച്ച് ദിവസം എൻ്റെ മാതാവ് എന്നോട് പറയുന്നു, സമയം എന്തായി എനിക്ക് പ്രവർത്തിക്കാൻ. അങ്ങനെ ഞാൻ നിരന്തരം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മ മാതാവേ, താങ്ങാൻ പറ്റാത്തതൊന്നും തരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആൻജിയോഗ്രാമിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതുകൂടാണ്ട് എനിക്ക് അപ്പർ ബ്രസ്റ്റിൽ ഇടതുഭാഗത്ത് ഒരു തടിപ്പ്, ഒരു മുഴ പോലെ കണ്ടു. അത് കാണിച്ചപ്പോഴും അവർക്കൊരു ഡൗട്ട് പോലെ തോന്നി, സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ സ്കാൻ ചെയ്തില്ല. വീണ്ടും ഞാൻ സമയം ചോദിച്ചു. 1 മാസത്തോളം ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കഴിഞ്ഞ മാസം ഞാൻ സ്കാൻ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, അതിൽ യാതൊരു കുഴപ്പവുമില്ല. സാധാരണ ഒരു മുഴയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു.
ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ അമ്മയോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും എൻ്റെ കുടുംബത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലും അമ്മ മാതാവേ, ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു അന്ധരായ പെൺകുട്ടികൾ താമസിക്കുന്ന സ്ഥലത്ത് അരിയും മറ്റു സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ പൊതുസ്ഥലത്ത്, അതായത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അവിടെയൊക്കെ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട്. അവിടെ വന്ന് ഇതുപോലെ തകർന്നു നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരോട് ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം പറഞ്ഞ് അവർക്ക് മാതാവിനോടുള്ള പ്രാർത്ഥിക്കാനുള്ള ഒരവസരം ഞാൻ ഒരുക്കി കൊടുക്കും. പേഷ്യൻസിന് വേണ്ടിയും ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. ആത്മീയ ജീവിതം കുർബാനയിൽ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞായറാഴ്ചകളിൽ മുടങ്ങാതെ പോകും. അല്ലാത്തപ്പോഴും എൻ്റെ ജോലി സമയം ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അവിടുത്തെ ചാപ്പലിൽ ജോലിക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഡ്യൂട്ടിക്ക് കയറാറുള്ളൂ. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങുകയുള്ളൂ. പിന്നെ കൊന്ത ചൊല്ലും, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബൈബിൾ വായിക്കും. അങ്ങനെയൊക്കെ പോകണം. പിന്നെ ഉടമ്പടിയിൽ ഞാൻ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇത് കൂടാതെ ചെറുതും വലുതുമായത് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും അമ്മ മാതാവിന് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്യ സ്തോത്രം. എൻ്റെ ദൈവമായ കർത്താവേ, ഞാനങ്ങേ നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. സങ്കീർത്തനം 30 തിരുവചനമാണ്. ഹൃദയം തുറന്ന് നിലവിളിക്കുമ്പോൾ കേൾക്കുന്ന, സുഖപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ ഓരോ പ്രശ്നങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഉടമ്പടിയിലൂടെ ദൈവത്തോട് ചേർക്കുമ്പോൾ നമ്മൾക്കൊരു വലിയ സമാധാനവും ധൈര്യവുമാണ് ഈശോയും അമ്മയും ഉടമ്പടിയിൽ കൂടെ നമുക്ക് നൽകുന്നത്. കൃപാസനം അമ്മ ഉടമ്പടിയിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾ ഓരോ കാര്യത്തിലും ഇടപെടുകയും അമ്മയാണ് നാം നിലവിളിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഈശോയിലേക്ക് കൊണ്ടുപോയി സമർപ്പിക്കുന്നത്. കാനായിലെ വിവാഹത്തിൽ എന്ന പോൽ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വചനം പറയുന്നത്, അവൻ പറയുന്നതെല്ലാം ചെയ്യുവിൻ എന്നാണ് അമ്മ നമ്മളോട് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈശോയിലേക്ക് നമ്മെ നയിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നമ്മളും ഈശോയുടെ ഇഷ്ടമനുസരിച്ച് അവിടുത്തെ ഹിതമനുസരിച്ച് ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ നയിക്കുമ്പോൾ, വിശ്വസ്തയോടെ നയിക്കുമ്പോൾ ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്നതാണ് ഇവിടെ പറയുന്ന ഓരോ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മെ സൗഖ്യപ്പെടുത്തുന്ന ഒരു സൗഖ്യദാതാവിൻ്റെ ദൈവാനുഭവമാണ്. കൃപാസനം അമ്മ ഉടമ്പടിയിൽ കൂടെ നമ്മുടെ ജീവിതത്തെ ചേർത്ത് പിടിച്ച് നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയുടെ സാക്ഷ്യമാണ് ഓരോ ഉടമ്പടി മക്കളും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ ഈശോയുടെ സ്നേഹവും നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ വിളി കേട്ട് സുഖപ്പെടുത്തിയ ഒരു ദൈവാനുഭവമാണ് റീന എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ഈശോയും നമ്മയുമാണ്, നമ്മെ സംരക്ഷിക്കുന്ന അമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് ഉടമ്പടി മക്കൾക്ക്, ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കൾക്ക് ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. തളർന്നാൽ എഴുന്നേൽക്കുവാൻ സഹായിക്കുന്ന ഒരമ്മയാണ്. കൃപാസനം അമ്മയുടെ സംരക്ഷണവും മധ്യസ്ഥം വഴിയാണ് ഇവിടെ വരുന്ന അനേക ലക്ഷം ആൾക്കാർക്ക് അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ രോഗസൗഖ്യവും എല്ലാം ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും എന്തൊക്കെ സാഹചര്യങ്ങളാവാം, നിരാശയിലാണെങ്കിലും നമുക്ക് എഴുന്നേൽക്കാം. ഭാരങ്ങൾ നീക്കി പുതിയ ജീവിതത്തിലേക്ക് നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞാനങ്ങേ നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ് സങ്കീർത്തനം പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് നമ്മുടെ വിശ്വാസത്തോടെ
നിലവിളിച്ചപേക്ഷിക്കാം. നമ്മുടെ എന്ത് തരം ബുദ്ധിമുട്ടായാലും നമ്മുടെ അമ്മയുണ്ട് നമ്മളെ സംരക്ഷിക്കാനും നമ്മെ സഹായിക്കുവാനും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ നമ്മെ സുഖപ്പെടുത്തുന്ന നമ്മുടെ ദൈവമുണ്ട് നമ്മുടെ കൂടെ എന്ന വിശ്വാസത്തോടെ, കൂടുതൽ വിശ്വസ്തയോടെ, കൂടുതൽ തീഷ്ണതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. റീനയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ചും മക്കൾക്ക് കിട്ടിയ ജോലിക്കും രോഗസൗഖ്യത്തിനുമായി നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.